ഗൈസ്, സോ വെൽക്കം ബാക്ക്. അങ്ങനെ തലേ ദിവസം കെമിസ്ട്രി സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് സാറ്റർഡേ. അപ്പം നിങ്ങളേക്ക് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ കെമിസ്ട്രി പഠിച്ചതെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. സാറ്റർഡേ പിന്നെ രാവിലെ ആയ സമയത്ത് നല്ല മഴയുണ്ട്. പിന്നെ ഇങ്ങനെ ഉമ്മയും പറഞ്ഞ് ഇന്ന് പോകണമെന്നെല്ലാം ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ ഇന്ന് പോകുന്നില്ല, കുറച്ച് പഠിക്കാനുണ്ട്. കാരണം എല്ലാ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെക്കണം എന്നുള്ളൊരു ഗോൾ ഉണ്ട് ജൂൺ തീരുന്നതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇന്ന് ജൂൺ 30 ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പം തീരുമാനമായി നാളെ ജൂലൈ 1. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഇന്ന് തീർക്കാം. ഞാനിപ്പോൾ ഫിസിക്സാണ് എടുത്തിട്ടുള്ളത്, സൗണ്ട് വേവ്സിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ഇപ്പോൾ ഏതൊരു മൂവി പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതിന് അപ്പം അത് കണ്ടുതരാൻ ബേസ് അതൊരു 10 മിനിറ്റ് അല്ല, അപ്പം അത് കുറച്ച് നേരം കാണാൻ. അങ്ങനെ കുറച്ച് നേരം സിനിമയെല്ലാം കണ്ടിട്ട് ഞാൻ എജുപോർട്ടിൻ്റെ ബാച്ച് എടുത്ത്. അപ്പോൾ ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഏത് ബാച്ചാണ് ജോയിൻ ചെയ്തത്, എന്തിനാണ് ജോയിൻ ചെയ്തത്, ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്, എന്തെല്ലാം ആയി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ എജുപോർട്ടിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും ഫ്രീ ആണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിന്. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ്റെ ഇന്നലെ ലോഞ്ച് ചെയ്ത ബാച്ചിന് ഞാൻ തലേ ദിവസം രാത്രിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതും ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പാരൻസ് പറഞ്ഞ് ഇങ്ങനെ എടുത്തു. അനക്കും ഇങ്ങനെ ഇപ്പോൾ ക്ലാസ്സെല്ലാം ഞാൻ ലീവായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോകുമ്പോൾ ഒന്നും തിരിയില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ ട്യൂഷന് പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓൺലൈൻ ബാച്ച് റെഫർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു 8 മണി ആ ഒരു ടൈമിലാണ്. ഞാനൊരു രാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചതാണ്. ഈയിടെയായിട്ട് ഞാൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ് രാവിലെ 4 മണിക്കൊക്കെ എണീക്കുക എന്നുള്ളത്. ആൻഡ് ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. ഇപ്പം ഞാൻ മറ്റേ ഉദാഹരണം മൂവിന്ന് കാണുന്നത് വെറുതെ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ കാണണം. ഇന്നത്തെ ദിവസം എനിക്ക് എന്തെല്ലാം ക്രേവിങ്സ് ആവുന്നതെന്ന് അറിയില്ല. ഫുഡ് കഴിച്ച് എനിക്ക് ഞാനിങ്ങനെ ലേസിൻ്റെ ഒരു പാക്കറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഫിസിക്സിൻ്റെ ഞാൻ ഹെഡിങ് ചെയ്തും കഴിക്കും. അങ്ങനെയാണ് ഞാൻ പോയത്. ഇപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് പോകാന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പം ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടില്ല. അതെൻ്റെ ഒരു കൈ വലുത് ഒരു കൈ ചെറുതാണെന്ന് നോക്കിയത്. അത് ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പീരീഡ് റൂൾസാണത്. നോക്കണം അതിൻ്റെ കണ്ട. ഞാൻ ഈ സിനിമ 7 കാണുമ്പോൾ അതിൽ ഓള് മറ്റേ ആദ്യം പറഞ്ഞിട്ടുള്ള 10 8 കാണുമ്പോൾ ഓള് 10 9 കാണുമ്പോൾ 10 അത്ര റിലേറ്റബിൾ ഒന്നുമല്ല. ഇപ്പം 10 കാണുമ്പോൾ ചെറുതായിട്ടൊരു റിലേറ്റബിലിറ്റി തോന്നുന്നുണ്ട്. അങ്ങനെ സിനിമ കണ്ട് ഞാൻ ഈ ഫോൺ ഇങ്ങനെ ട്രൈപോഡിൽ കുത്തിയിട്ട ചാർജ് ഇട്ട് സ്വിച്ച് ഓണൊക്കെ പിന്നെയും മറന്ന്. അങ്ങനെ ഫിസിക്സ് എല്ലാം ഏകദേശം ഓക്കെ. ഞാനിപ്പോൾ എജുപോർട്ടിൻ്റെ ഡൈനോസറിൻ്റെ ലൈവ് കാണും. രാത്രി ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ എനിക്ക് ഉറപ്പ് വരില്ല. അപ്പം ഞാനിങ്ങനെ ഉറക്കെല്ലാം വന്ന് കിടക്കാമെന്നെല്ലാം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, ക്ലാസ് കേൾക്കാം. ഒപ്പോഴത്തേന് ടെസ്റ്റ് പേപ്പർ ഇന്ന് പറഞ്ഞില്ല. അപ്പം ഇന്ന് നടത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും മൺഡേ നടത്തും. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ ആ സർക്കുലർ മോഷൻ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതാണ് ഫിസിക്സിൻ്റെ. ഞാനിപ്പോൾ 2 നോട്ട് വാങ്ങിയതിന്. ഒരു ലോങ് നോട്ട്, അതിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് മാത്രം. ഒന്ന് മാത്സിനായിട്ട്, അതിൻ്റെ മാത്സ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യാൻ, പിന്നെ ക്ലാസ് കാണുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാത്സ് നോട്ട് പോലത്തത്. അപ്പോൾ ഞാനിങ്ങനെ നോട്ട്സ് ചെയ്താൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനതിങ്ങനെ കുറച്ച് റിവൈസെല്ലാം ചെയ്ത് നോക്കും. നിങ്ങളെ കൈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഇന്നലെ രാത്രിയാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിന്നെ രാവിലെയാണ്. ആ വീഡിയോൻ്റെ കാലത്ത് ഞാൻ എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, PDF അയച്ചു ചെയ്തതെന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടെങ്കിലും PDF കുറേ ഉണ്ട്. ഒരു 300-400 പേജിൻ്റെ PDF. അതിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ലിങ്ക് ഇപ്പം എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല. അത് കുറച്ച് നോക്കണം. ഞാൻ എൻ്റെ നോട്ട്സ് കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും പിന്നെ വേറെ എന്തെങ്കിലും ഈ ബുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ചെയ്യാം.
എന്നോട് കുറേ ആൾക്കാർ ഹെഡ്ഫോണിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു. ഈ ഹെഡ്ഫോൺ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, അത് ഡാമേജ് ആയിട്ട് ഞാൻ റിട്ടേൺ ചെയ്ത് പിന്നെയും വന്നതാണിത്. എനിക്ക് നല്ല ചെവിവേദന എടുക്കുന്നുണ്ട്, കാരണം ഈ ഹെഡ്ഫോണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കംഫർട്ട്, ആ ഒരു ഭാഗം ഭയങ്കര ചെറുതാണ്. അപ്പം എൻ്റെ എൻ്റെ ചെവിയാണെങ്കിൽ കുറച്ച് വലുതുമാണ്. അപ്പോൾ ഇങ്ങനെ നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 1-2 മണിക്കൂറിന് ഉണ്ടാകുമ്പോൾ അത് കുറച്ചിറങ്ങാറാവും. ഇതെന്താ സംഭവം? ഫിസിക്സ് എന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കാൻ പറ്റുന്നൊരു ക്ലാസ് അല്ല, പ്രോബ്ലംസ് ചെയ്യണം. ഇതിൽ ഞാനിങ്ങനെ പ്രോബ്ലം ചെയ്യുന്നില്ല, ഇതിൽ ഞാൻ ഷോർട്ട് നോട്ട് മാത്രമാണ്. ഞാനിങ്ങനെ ഒച്ചത്തിലാണ് ഞാൻ പറയാം. ഞാനിങ്ങനെ എന്താ ഇപ്പം സാർ പഠിപ്പിച്ചതന്നെ അത് ഞാൻ ഒച്ചത്തിൽ ഇങ്ങനെ പറയും, എന്താ പഠിപ്പിച്ചതന്നെ അതേപോലെ ഞാനെന്ന് പറയും. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു മനസ്സിലാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ആക്കാം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ അസസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. എനക്കും ഉണ്ടേനു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഓരോ ദിവസവും നമ്മളൊന്ന് വേണമെന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ എല്ലാം ഞാനും ഫസ്റ്റുള്ള ഈ 4 മണി എന്നെല്ലാം ടൈമെല്ലാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളെപ്പോഴും 4 മണിക്ക് എണീക്കും. അപ്പം എനിക്ക് ഭയങ്കര ഓളെടുത്തുനിന്നൊരു കിട്ടിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ എണീക്കുമ്പോൾ എങ്ങനെ വിചാരിക്കും, ഇവളെല്ലാം എങ്ങനെ ഓളി രാവിലെ എണീക്കാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതൊരു ഹാബിറ്റ് പോലെ ബിൽഡാവും. ആൻഡ് ഇപ്പോൾ എനിക്ക് എന്താ അറിയില്ല, 4 മണിക്ക് എണീക്കുന്നുണ്ട്, 10 മണി 10:30 ആകുമ്പോഴത്തേക്കും കുറച്ച് വരും. പക്ഷെ അതിനെക്കൊണ്ട് ഞാനൊരു നൈറ്റ് ഔൾ ചെയ്യുന്നു. ശരിക്കും എനിക്ക് രാത്രി പഠിച്ചാലേ തലയിൽ കയറി. ഇപ്പോൾ രാവിലെ എണീക്കുന്ന എനിക്ക് ആ കോൺസെൻട്രേഷനും മൈൻഡെല്ലാം ഭയങ്കര കാമായിട്ട്, ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, ഡിസ്ട്രാക്ഷൻ ഇല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് പഠിക്കാന്ന് ഭയങ്കര സമയം പോകുന്ന അറിയില്ല. ഇനിയും ഇങ്ങനത്തെ വ്ളോഗ്സ് എല്ലാം ഇടാൻ വേണ്ടി നോക്കാം. സോ ബൈ ബൈ.